ഇതുവരെയുള്ള ബിഗ് ബോസിൽ വിജയിയാകാൻ ഒട്ടും അർഹതയില്ലാത്തത് ഇവരിൽ ആരാണ്? സാബുമോൻ, മണിക്കുട്ടൻ, ദിൽഷ, അഖിൽ മാരാർ, ജിൻഡോ, അനുമോൾ. ഇതിൽ എന്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സീസൺ ഫസ്റ്റിലെ വിന്നർ സാബുമോൻ ഡിസേർവ് ആണ്. അതേപോലെ സീസൺ 5ലെ വിന്നർ അഖിൽ മാരാർ. ഈ രണ്ടു പേര് മാത്രം എന്റെ അഭിപ്രായത്തിൽ ശരിക്കും ഡിസേർവ് ആയിട്ടുള്ള ആൾക്കാർ. ബാക്കിയുള്ളതിൽ മണിക്കുട്ടൻ ഒരു തവണ പുറത്തു പോയി എല്ലാം കൂടെ തിരിച്ചു വന്ന് കപ്പ് ആയിട്ട് കൊടുത്തു തന്നെയാണ്. ശരിക്കും ഡിസേർവ് അല്ല. അതേപോലെ ദിൽഷ ഡോക്ടർ റോബിന്റെ ആ സീസണിൽ ഡോക്ടർ റോബിനായിരുന്നു ഏറ്റവും ചാൻസ്. ഇപ്പൊ ഡോക്ടർ റോബിൻ പുറത്തു പോയ സമയത്ത് ദിൽഷ അവരായിട്ട് പ്രണയം കുറച്ച് ടച്ചൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ഡോക്ടർ റോബിൻ പുറത്തു പോയത് കൊണ്ട് അവന്റെ ഫാൻസ് മൊത്തം ദിൽഷയ്ക്ക് കുത്തിയിട്ടാണ് PR കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ടാണ് ദിൽഷ ആയത്. ഒരിക്കലും പറയാൻ പറ്റില്ല. എന്താ പറയാ, ആ സീസണിൽ ഏറ്റവും ഡിസേർവ് ആയിരുന്നത് 2ാം സ്ഥാനം കിട്ടിയിരുന്ന ബ്ലസ്ലി ആയിരുന്നു. കണ്ടവർക്ക് മനസ്സിലാവും. അതേപോലെ ജിൻഡോക്ക് ഒരിക്കലും എന്താ പറയാ ഫുള്ള് PR-ന്റെ മുകളിൽ കയറിപ്പോയതാണ് ജിൻഡോ. അതേപോലെ ലാസ്റ്റ് ഇപ്പൊ അനുമോൾക്ക് അറിയാലോ, അനീഷ് ആയിരുന്നു എന്താ പറയുക വിന്നർ ആവാനുള്ള ചാൻസ് ഉള്ളൊരു ഏറ്റവും കൂടുതൽ സപ്പോർട്ടും അനീഷിനായിരുന്നു. പിന്നെ PR വർക്ക് എന്തെല്ലാമൊക്കെ ഗിമ്മിക്കുകളാണ്. ഇവിടെ കളിക്കുന്നവരൊന്നല്ല ഇവിടെ കപ്പടിക്കുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ സീസണിൽ ആര്യൻ നല്ല ടാസ്ക് ചെയ്യുന്ന നല്ല അടിപൊളി ഗെയിമറായിരുന്നു. അവനൊരു 87-ാം ദിവസം പിടിച്ച് പുറത്തിട്ട് അങ്ങനെ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് നല്ല കപ്പ് കിട്ടുന്നത്. ഇപ്പം ബിഗ് ബോസ് മൊത്തം തട്ടിപ്പെന്നെ പറയാം. പിന്നെ ഉള്ളത് മണിക്കുട്ടൻ ഡിസേർവ് അല്ല, ദിൽഷ ഡിസേർവ് അല്ല. എന്റെ അഭിപ്രായത്തിലാണ് ജിൻഡോ അല്ല, അനുമോൾ അല്ല. അഖിൽ മാരാറും 5ാം സീസണിൽ അടിപൊളി കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇപ്പം പറയുന്നത് അഖിൽ മാരാറും സാബുമോൻ മാത്രമാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും ടോപ്പ് അർഹതയുള്ള രണ്ടാൾക്കാർ അഖിൽ മാരാറും അതേപോലെ സാബുമോനാണ്. ബാക്കിയെല്ലാം വെറും വേസ്റ്റുകൾ. ഓക്കെ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ്. കാരണം ബാക്കിയെല്ലാം ഇപ്പൊ ഒക്കെ നടക്കുന്നത് അനുമോളൊക്കെ കിട്ടിയത് നിങ്ങൾക്ക് അറിയാലോ. എന്ത് കണ്ടന്റാണ് അനുമോളാണ് കൊടുത്തത്? അനുമോൾ കൊടുത്ത കണ്ടന്റ് എന്താ? കുറച്ച് കരച്ചില്ല, ഫുള്ള് നോണ പറഞ്ഞുകൊണ്ടും കുറച്ച് കരച്ചിൽ നാടകം ചെയ്തുകൊണ്ടും മാത്രമാണ് അനുമോൾ കപ്പ് പൊക്കിയത്. നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ എന്താണ്. ഓക്കെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഡിസേർവ് ആയി തോന്നിയ ആൾക്കാർ ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ.